ഹലോ ഗായ്സ്, ഇത് വെള്ള ചിക്കനാണ് കേട്ടോ, ബ്രോയിലർ. ഈ വെള്ള ചിക്കനകത്ത് മിക്കവരും വെള്ളം ഒഴിക്കും. എല്ലാം വഴറ്റി ഉള്ളിയും അങ്ങനെയുള്ളതൊക്കെ വഴറ്റിയതിന് ശേഷം. പക്ഷെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതെല്ലാം വഴറ്റിയിട്ട് ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പം ഇത് ശരിക്കും നല്ല വെള്ളമാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത്. ഇതിൽ നിറച്ച് വെള്ളം. ഇച്ചിരി പാടുള്ള കാര്യം തന്നെ. എല്ലാവരും കുക്കറിനകത്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചങ്ങോട്ട് വെച്ച് 2 വിസിൽ കയറ്റിയിട്ട് എടുത്ത് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വയ്ക്കുമ്പം അതിൻ്റേതായ രീതിയിൽ കറി വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റായിരിക്കും. എങ്കിൽ നല്ല നാടൻ ചിക്കൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ചങ്ങോട്ട് വയ്ക്കണം. ചെറിയ തീയിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ഈ അരപ്പെല്ലാം ഇതിലിങ്ങനെ പിടിക്കുകയും ചെയ്യും. നമുക്ക് അടച്ച് വയ്ക്കാമേ. നമുക്ക് അടപ്പൊന്നുകൂടെ തുറന്ന് നോക്കാമേ. വെള്ളം ഇറങ്ങാൻ തുടങ്ങിയെന്ന് നോക്കാം. ഉണ്ടാ ഇതാ ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങും കേട്ടോ. ചിക്കനെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനാണ് അതിൻ്റെ വെള്ളം അത്ര ഇങ്ങനെ ഇറങ്ങി. ആ വെള്ളത്തിൽ വേണം ഈ ചിക്കൻ വെന്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളല്ലാതെ വെള്ളം ഒഴിച്ച് വേകുന്ന ചിക്കൻ ഒരുമാതിരി പൊടിഞ്ഞും പോകും. പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ചവറ് പോലെ ഇരിക്കും. ഇനിയിപ്പം ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുമ്പോൾ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളൂ. ചെറിയ ഫ്ലെയിമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ തീയിടരുത്. വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇതൊന്നുമല്ല, നല്ല വെള്ളം ആകും. ഇനി അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കൻ പൊടിയില്ല കേട്ടോ ഇങ്ങനെയാകുമ്പോഴത്തേന്. ഈ കാര്യം എല്ലാവരും ഓർമ്മിച്ചാൽ ബ്രോയിലർ ചിക്കൻ നല്ല നാടൻ കോഴി പോലെ വെച്ച് കഴിക്കാൻ പറ്റും. വെള്ളം എത്രത്തോളം ഇറങ്ങി കണ്ട ഗൈസ്, കണ്ട വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനി ഇറങ്ങും കേട്ടോ. ഇത് ഞാൻ ഒഴിച്ച വെള്ളമല്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. എല്ലാ മസാലയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഇളക്കി വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. അപ്പോൾ ഇച്ചിരി പാടാണ്, പെട്ടെന്ന് പണി തീർക്കേണ്ടി വരികയാണെങ്കിൽ കുക്കറിൻ്റെ അകത്തൊക്കെ എങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ചിക്കൻ കറി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. എന്താ പരിപാടി. ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് വേണം നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നതിന് ഇട്ട് കൊടുക്കാം. ഇത് വേവൊന്നും ആയില്ല, വേഗട്ടെ. വെള്ളം ഇറങ്ങുന്നേ ഉള്ളൂ കണ്ടല്ലോ. കുരുമുളക് അങ്ങോട്ട് നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണ്ട. വെള്ളം ഇറങ്ങിയത് ഞാൻ ഒഴിച്ച വെള്ളമല്ല കേട്ടോ, ഇത് ചിക്കൻ്റെ അകത്തുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ചിക്കനകത്ത് എന്തോരം വെള്ളം ഉണ്ടെന്ന്. ഒരു കഷ്ണം ഒന്നും പൊടിഞ്ഞിട്ടില്ല കണ്ട. നമുക്ക് അടച്ച് വെക്കാം. ചിക്കൻ നാടൻ ചിക്കൻ ഇങ്ങനെ വേണം വേവിക്കാനൊക്കെ. ഇത് ഞാൻ
ചിക്കൻ കോമ്പിനേഷൻ അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇച്ചിരി കരിഞ്ഞു പോയി, ചിക്കൻ്റെ പുറകെ പോയി. നിങ്ങൾ നോക്കാം, നല്ല നാടൻ ചിക്കൻ ഇരിക്കും പോലെയല്ലേ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് അപ്പം കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പം രണ്ടും ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ, വേവട്ടെ. ചെറിയ ഫ്ലെയിം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഉണ്ടാക്കിയ ഇതേണ്ട അപ്പം ഇത് കൂട്ടി ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ചിക്കൻ വയ്ക്കുമ്പോൾ എല്ലാവരും ഈ കാര്യം ഓർമ്മിച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി കറി കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നല്ലൊരു ഗുഡ് മോർണിംഗ്.